ഏതൊരു മഖ്ലൂഖിന്റെയും കാഴ്ചക്ക് പരിധിയുണ്ട്, കേൾവിക്ക് പരിധിയുണ്ട്. ചില പരിധിയിൽ നിന്ന് വിളിച്ചാലേ കേൾക്കുകയുള്ളൂ. പരിധിക്ക് പുറത്താണെങ്കിൽ ഉത്തരം കിട്ടുന്നതല്ല, പരിധിക്കകത്തുള്ളതേ കാണുകയുള്ളൂ. അതൊക്കെ മനുഷ്യൻ അങ്ങനെയാണ്. എന്നാൽ റബ്ബോ, അവൻ അറ്റമില്ലാത്ത കേൾവിയാണ്, അറ്റമില്ലാത്ത കാഴ്ചയാണ്, പരിധിയോ പരിമിതിയോ ഇല്ലാത്തത്ര സമ്പൂർണമായ അറിവിന്റെയും ഖുദ്റത്തിന്റെയും ഉടമയല്ലേ. ഇതൊക്കെ ഞാൻ ഇവിടെ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിശദീകരിച്ചപ്പോ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ള പേരോട് മുസ്ലിയാർ അതൊക്കെ സമ്മതിച്ച് തന്നതുമാണ്. പലപ്പോഴും ഒരു ടെലിഫോണിന്റെ മസ്അല പറഞ്ഞിട്ട് മുമ്പ് ഇവിടെ കുറെ ചർച്ച നടന്നതാണ്. എല്ലാ അവസരത്തിലും എവിടെ നിന്ന് വിളിച്ചാലും പരിധിയില്ലാതെ പരിമിതിയില്ലാതെ ഏത് രൂപത്തിലുള്ള യാതൊരു വിധിവിലക്കുകൾക്കും ഒരു പരിധിക്കും വിധേയമാകാതെ, സ്ഥലവ്യത്യാസമില്ലാതെ, കാലവ്യത്യാസമില്ലാതെ, വിഷയവ്യത്യാസമില്ലാതെ, അഥവാ സ്ഥലകാല കാര്യഭേദമന്യേ, സ്ഥലകാല കാര്യഭേദമന്യേ എല്ലാം പരിധിയില്ലാതെ കേൾക്കാനും പരിധിയില്ലാതെ കാണാനും പരിധിയില്ലാതെ സഹായിക്കാനും എല്ലാ ഖുദ്റത്തിനും കഴിവുള്ളവൻ റബ്ബാണെന്ന് ഇവിടെ വിശദീകരിച്ചപ്പോ, അതിനെതിരെ ചില വാദങ്ങളുമായി വന്നപ്പോ നമ്മൾ അതിൻ്റെ ഓരോ വസ്തുതകളും അങ്ങ് വിശദീകരിച്ചു കൊടുത്തു. ഇവിടുത്തെ ഖണ്ഡന പ്രസംഗം കൊണ്ട് കാര്യം കിട്ടി. അദ്ദേഹം സമ്മതിച്ചു തന്നല്ലോ എന്ത്, മനുഷ്യന്റെ കേൾവിക്ക്, അതല്ലെങ്കിൽ ഈ ലോകത്തുള്ള വസ്തുക്കളുടെ കേൾവിക്ക് പരിധിയുണ്ട്, പരിമിതികളുണ്ട് എന്ന് സമ്മതിച്ചു തന്നല്ലോ. ടെലിഫോണിന്റെ മസ്അല പറഞ്ഞപ്പോ അന്ന് നമ്മൾ ചോദിച്ചിരുന്നു, ഈ ടെലിഫോണിന് ഏത് സമയത്തും അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോ, അങ്ങനെ വിളിക്കുമ്പോ അതിന്റെ പരിധിന്ന് വിളിച്ചാലൊക്കെ അത് കേൾക്കും, ഉത്തരം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ആ ഒരു പരിധിയെങ്കിലും അദ്ദേഹം ഇവിടെ സമ്മതിച്ചല്ലോ. അത് നിങ്ങൾ നേരിട്ട് കേട്ടോളൂ. അപ്പൊ 131 അടിച്ചാൽ ഇത്ര ദിർഹം ബാക്കിയുണ്ട്, ഇത്ര ദിർഹം ബാക്കിയില്ലാന്ന് 24 മണിക്കൂറും വിളിച്ചാൽ ഉത്തരം കിട്ടൂലേ? എവിടുന്ന് വിളിച്ചാലും കിട്ടൂലേ? എവിടുന്ന് തന്നെ അതിന്റെ പരിധിയിൽ കേട്ടോ. എവിടുന്ന് പറഞ്ഞാൽ അതിന്റെ പരിധിന്ന്. അപ്പൊ പരിധിന്ന് വിളിക്കണം. അള്ളാഹ്ക്ക് അങ്ങനെ ഉണ്ടോ? പരിധിയില്ലാത്ത കേൾവിയല്ലേ, പരിധിയില്ലാത്ത കാഴ്ചയല്ലേ, പരിധിയില്ലാത്ത കഴിവല്ലേ. ഇതിനാ ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, ഇത് സമ്മതിപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി നിങ്ങൾ കേട്ടോ, വല്ലേ നീലത്തിന്നും എന്റെ വീളിപ്പോർക്ക് വൈകൂടാവുത്തീരം ചെയ്യും ഞാനെന്നോവർ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ചോദിച്ചിരുന്നു, പിന്നെ പ്ലെയിനിന്ന് വിളിച്ചാൽ കേൾക്കുമോ, പ്ലെയിനിന്ന് വിളിച്ചാൽ കേൾക്കുമോ എന്ന് ചോദിച്ചപ്പോ നമ്മളോടെന്താ ഉത്തരം പറഞ്ഞത്? പ്ലെയിന് നിലത്താണോ മൗലവി? നിലത്തുനിന്ന് എന്നല്ലേ അവിടെ പറഞ്ഞത്. അപ്പോ നിലത്ത് എന്ന പരിധി അവിടെ ബാധകമാണ്, പ്ലെയിനിന്നായാൽ പറ്റില്ലെന്നല്ലേ അതിന്റെ സൂചന. കേട്ടോളൂ, പ്ലെയിന് നിലത്താണോ എന്ന് എന്നോട് ചോദിക്കുന്ന ചോദ്യം. വല്ല നിലത്തൊന്നും വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നുള്ളതിന് മുപ്പര ചോദ്യം, പ്ലെയിനിന് ഉത്തരം കിട്ടുമോ? പ്ലെയിന് നിലത്താ മൗലവി? പ്ലെയിന് നിലത്താ ഉള്ളതെങ്കിൽ കേൾക്കുകയും ചെയ്യൂ. പ്ലെയിന് നിലത്തൂടിയാ പറക്കല്? ഇയാൾ ഏതാ സാധനം? ഏതാ സാധനം എന്നായിരിക്കുന്നത്? എന്താ എന്നെ പറഞ്ഞിട്ട് കാര്യം മുസ്ലിയാരെ? ഈ രൂപത്തിൽ ഈ പ്ലെയിന് നിലത്താണോ എന്ന് ചോദിച്ചത്, നമ്മൾ ഒരുപാട് പ്ലെയിന് കണ്ടിട്ടുണ്ട്, നിലത്ത് നിൽക്കലുണ്ട്. പക്ഷെ അത് പറക്കുമ്പോഴത്തെ ചോദ്യം അത്. ഇത് പറക്കുമ്പോൾ കിട്ടൂലെന്ന് മനസ്സിലായില്ലേ? അതാ പരിധിയുണ്ടെന്ന് പറഞ്ഞത്. റബ്ബിന് പരിധിയുണ്ടോ? റബ്ബിന് പരിധിയില്ലെന്ന് ബോധ്യമായില്ലേ? അത് മൊബൈലായാലും ഈ ലോകത്തുള്ള ഏതൊരു മഖ്ലൂഖാണെങ്കിലും അതിന് പരിധിയുണ്ടേ. എന്നാൽ പരിധിയില്ലാതെ നീ കപ്പലിൽ വെച്ചാണെങ്കിലും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ വെച്ചാണെങ്കിലും അതാ നീ വാനലോകത്തു കൂടെ പറക്കുകയാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും കേൾക്കുന്ന സമീഅ റബ്ബല്ലേ, കാണുന്ന ബസീർ അല്ലാഹ് മാത്രമല്ലേ, അറിയുന്ന അലീം റബ്ബുൽ ആലമീൻ മാത്രമല്ലേ. ഇതാണ് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചത്. പിന്നെ ഞാൻ ചോദിച്ചിരുന്നു, അല്ല നിങ്ങൾ ഈ പറയുന്ന ഈ മൊബൈൽ എന്ന സാധനം അത് ലിഫ്റ്റ് എന്ന് വിളിച്ചാ കിട്ടുമോ? അതിന്റെ പരിധിയില്ലേ? ലിഫ്റ്റ് എന്ന് വിളിച്ചാ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ തുറന്നു വെച്ചാ മതി ഞാൻ എന്നോട് പറഞ്ഞത്. അതാ നിങ്ങൾ കേട്ടോളൂ ആ ഭാഗം. പിന്നെ ഇയാളെ ചോദ്യോ, ലിഫ്റ്റ് എന്ന് കേൾക്കുമോ? ലിഫ്റ്റ് എന്ന് കേൾക്കൂലേ? ലിഫ്റ്റിന്റെ വാതിൽ തുറന്നു നോക്കണമെന്നേ ഉള്ളൂ. കണ്ടേ, ലിഫ്റ്റിന്റെ വാതിൽ തുറന്നു വെക്കണമെന്നേ ഉള്ളൂ. പരിധി സമ്മതിച്ചില്ലേ? ലിഫ്റ്റ് ഇതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ അള്ളാഹുവിനൊരു പരിധി ഉണ്ടോ? അല്ലാ എന്നെ രക്ഷിക്കണേ എന്ന് ലിഫ്റ്റിന്റെ വാതിൽ തുറക്കാതെ തന്നെ വിളിച്ചാ നമ്മുടെ റബ്ബ് കേൾക്കില്ലേ? ഇതാ നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചത്. ഇതിനാണ് 4ാമത്തെ വരവും വന്നത്. ഇങ്ങനെ ഓരോ തവണ വരുമ്പോഴും റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അത് ഈ ഉള്ളവന്റെ കഴിവല്ല, ഞങ്ങളുടെ സൗണ്ടിന്റെ ഗുണവുമല്ല, ഞങ്ങളുടെ